തിരുവനന്തപുരത്ത് വെച്ചിട്ട് മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു. നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പറയേണ്ട കാര്യങ്ങൾ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ മോശപ്പെട്ട ആരോപണങ്ങളാണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കെതിരായി ശശി ഉയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമ നടപടിക്ക് പോവുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അത് പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച്, പാലക്കാട് ജില്ലാ കേന്ദ്രവുമായിട്ട് ആലോചിച്ച് ഇന്ന് തന്നെ അതിനൊരു നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ് ആവർത്തിക്കാൻ. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നം മാത്രമായിട്ട് ചുരുക്കാനൊക്കെ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പാർട്ടിക്കകത്തുനിന്നുള്ളവർ അങ്ങനെയാണോ? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണോ ഇതൊക്കെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കൊക്കെ എന്ത് വ്യക്തികൾക്ക് പ്രാധാന്യം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ച് CPM-നകത്ത് വ്യക്തികൾക്കൊരു പ്രാധാന്യമില്ല. പാർട്ടി എടുക്കുന്ന നിലപാടുകൾ ഏത് ഘടകത്തിലാണോ ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ആ ഘടകത്തിൽ കൂട്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വളരെ സത്യസന്ധമായി പൊതുസമൂഹത്തിൽ നടപ്പിലാക്കുക. അതുമാത്രമാണ് വ്യക്തികളെന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് നിർവഹിക്കേണ്ടത്. അല്ലാതെ വ്യക്തികളെന്ന നിലയ്ക്ക് ഞങ്ങളാരും പാർട്ടിക്ക് മീതയേ അല്ല. ഞങ്ങൾ സ്ഥിരമായി പറയുന്നൊരു വാചകമുണ്ട്, ആരും ഈ ചെമ്പതാകയ്ക്ക് മുകളിലല്ല, എല്ലാവരും അതിന് താഴെയാണ്. PKCC അതിനെ വ്യക്തിപരമായി എടുത്തോ? ജില്ലാ സെക്രട്ടറി കമ്മിറ്റികളുടെ തീരുമാനം ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനമാണ് എന്നുള്ള രീതിയിലൊക്കെ PKCC അതിനെ വ്യക്തിപരമായി എടുത്തു എന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണോ അങ്ങനെയുള്ള? അത് അയാളോട് ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ ആളുകൾക്കും ഓരോ രീതിയാണ്. പക്ഷെ പാർട്ടി പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഞങ്ങളെല്ലാവരും ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായി എന്ത് തീരുമാനങ്ങൾ ഉണ്ടെങ്കിലും ആ തീരുമാനങ്ങൾക്കപ്പുറം പാർട്ടി കൂട്ടായി ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനങ്ങളാണ് അന്തിമം. ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരു പാർട്ടി മെമ്പർക്കും അവകാശമില്ല. വിവിധ ഘടകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദപ്പെട്ട നേതാക്കളായിട്ടുള്ള ആളുകൾക്കും ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് അതിന് അവകാശം. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നമ്മൾ ഈ പുറത്താക്കൽ എന്ന് പറയുന്നത് CPM-നകത്ത് അവസാനത്തെ നടപടിയാണ്. അപ്പോൾ അതിനിടയിൽ ആരെയും വിവിധ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും, ആ തെറ്റിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച്. അപ്പോൾ അങ്ങനെ ചില സമയത്ത് ശാസന കൊടുക്കും, ചിലവിടെ താക്കീത് കൊടുക്കും, പിന്നീട് ചിലപ്പോൾ സസ്പെൻഷനിലാക്കും. ഏറ്റവും അവസാനത്തെ നടപടിയാണ് പുറത്താക്കൽ. CPM-നകത്ത് എടുക്കുന്ന നടപടികളെല്ലാം ഓരോ സഖാക്കളെയും തെറ്റ് തിരുത്തി തിരിച്ചു കൊണ്ടുവരാനാണ്. കുറച്ചുകൂടി തിളക്കമാർന്ന വ്യക്തിജീവിതവും പൊതുജീവിതവും പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാനാണ് ഈ തിരുത്തലുകൾക്കെല്ലാം ഓരോ ഘട്ടത്തിലും വിധേയമാകുന്നത്. അത് കുറ്റങ്ങളും കുറവുകളെല്ലാം എല്ലാവർക്കും ഉണ്ടാവും. നിസ്സാര ആരോപണങ്ങളല്ല. ഒരു ജില്ലാ സെക്രട്ടറിയാണ് തിരുട്ട് കച്ചവടക്കാരൻ എന്ന് പറയുന്നത്. നിങ്ങളത് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഏഷ്യാനെറ്റിന് വീണ്ടും ചോദിച്ച് വീണ്ടും അത് തന്നെ പറയേണ്ട കാര്യമുണ്ടോ? ഏഷ്യാനെറ്റുകാർക്ക് ഇതിങ്ങനെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ് പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. ഇന്നലെ നിങ്ങളുടെ ചാനലും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ, ഏഷ്യാനെറ്റ് ചാനലും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ. അവരോട് കൂടിയിട്ടാണല്ലോ ഞാൻ അതിന് ഉത്തരം പറഞ്ഞത്. നിങ്ങൾക്കിനി ഇങ്ങനെ ജില്ലാ സെക്രട്ടറി സ്പിരിറ്റ് നിങ്ങൾ എത്ര തവണ വേണമെങ്കിലും അത് ആവർത്തിച്ചോളും. സുരേഷ് ബാബുവിൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ആ കാര്യത്തിലുണ്ടാവില്ല. ഒരു ചെറിയ ഒരു തന്മാത്രൻ്റെ വലുപ്പത്തിൽ പോലും എന്നെ അത് ബാധിക്കില്ല. അതാണ് എൻ്റെ പൊതുജീവിതവും എൻ്റെ വ്യക്തിജീവിതവും. എന്നെ അറിയുന്നവർക്ക് നന്നായിട്ടറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ സാധാരണ മനുഷ്യർക്ക് നന്നായിട്ടറിയാം ഞാൻ എങ്ങനെയാണ് പാർട്ടി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച് ഇവിടെ എത്തിയെന്നുള്ളത്. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ടൊന്നും ഒരു പ്രയാസവും എന്നെ സംബന്ധിച്ചിടത്തുണ്ടാവില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞു നടന്നോളൻ, നിങ്ങൾക്ക് കിട്ടിയൊരു അവസരമാണ്. അതെല്ലാം
അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളെല്ലാം മോശപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് അതിനെതിരായി നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത്.